മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചിലർക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല. ഇടി മിന്നൽ വേണമെങ്കിൽ കയറത്തില്ല എന്നാണ് പറഞ്ഞേക്കണേ. Anyway, over to Lisha Daniel sister. We are welcoming Lisha Daniel sister to the Zoom meeting. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, ശക്തമായി എടുത്ത് ഉപയോഗിക്കട്ടെ. നമ്മൾ കേരളത്തിൽ ശക്തമായി കർത്താവിൻ്റെ ദാസിയെ എടുത്ത് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ശക്തമായി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസിയെ സ്നേഹത്തോടെ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ ഈ ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. Praise the Lord. സിസ്റ്റർ പറഞ്ഞതുപോലെ എന്റെ പേര് ലിഷ എന്നാണ്. നമ്മൾ കുറച്ചു പേരെ ഉള്ളല്ലോ. അത് ഇടിമിന്നലുമായിട്ട് ചേർത്ത് കയറാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്നത് എന്താ സിസ്റ്റർ? വീഡിയോ ഒക്കെ ഓഫ് ആക്കി ഇങ്ങനെയാണോ നിങ്ങളുടെ മീറ്റിംഗിനാണോ നടക്കുന്നത്? വീഡിയോ ചിലർക്ക് വരാൻ ബുദ്ധിമുട്ടാ സിസ്റ്റർ, അതാ. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണല്ലോ. നമുക്ക് ഓക്കെ, ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ്. പത്തനംതിട്ടയാണ് എന്റെ ഹസ്ബൻഡ്. എനിക്ക് 3 കുഞ്ഞുങ്ങള്. ഇതൊക്കെയാണ് എന്റെ ഫാമിലി ഡീറ്റെയിൽസ്. എനിക്ക് കർത്താവ് ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അല്പസമയത്തെ ദൈവിക ചിന്തയ്ക്കായിട്ട് ഇത്ര നേരം നമ്മൾ ദൈവവചനം കേൾക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. എത്ര പൊരുതിയാലും സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ജയം ഒരുക്കി തരുന്നത് ദൈവമാണ്. നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരും അങ്ങനെ ജയത്തോടെ നടക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ. കഷ്ടങ്ങളിലും പ്രശ്നങ്ങളിലും ഒന്നും നമ്മൾ പതറാതെ മുന്നേറാൻ നമ്മളെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ആ ദൈവിക ചിന്തയിലേക്ക് ഞാൻ കയറുകയാണ്. സ്തോത്രം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യമാണ്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ്. 11, 12 രണ്ടും കൂടെ ജോയിൻ വായിക്കട്ടെ സിസ്റ്റർ? വായിച്ചേക്കാം. Praise the Lord. 1 Thessalonians chapter 2 verse 11 and 12. തന്റെ രാജ്യത്തിനും മഹത്വത്തിന് നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആമേൻ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു ദൈവവചനമാണ്. ഇതിനകത്തുനിന്ന് ഒരു വാക്ക് നമ്മൾ എടുത്തിട്ടാണ് ഇന്ന് രാത്രികാലം ദൈവവചനം ഇവിടെ പറയാൻ പോകുന്നത്. അതിനുമുമ്പ് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, തുടർന്നുള്ള നിമിഷങ്ങളെ ദൈവകരങ്ങളിൽ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ തരുന്ന വാക്കുകളെല്ലാം പറയുവാൻ ആത്മാവിൽ ബലപ്പെടുത്തി നിർത്തണമേ. സ്തോത്രം കർത്താവെ. വചന ശുശ്രൂഷയെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ ബലത്തോടെ നിർത്തണം. ഞങ്ങൾ ചുരുക്കം പേരാണ്. ഞങ്ങൾ എല്ലാവരെയും രാത്രികാലം ആത്മാവിൽ ബലപ്പെടുത്തിക്കൊള്ളണമേ. പ്രിയ ഇന്ദുലേഖ സിസ്റ്ററായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ലിജു സിസ്റ്ററായിട്ട് സ്തോത്രം ചെയ്യുന്നു. തങ്കമണി സിസ്റ്ററായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സ്തോത്രത്തോടെ ഏൽപ്പിക്കുകയാണ്. ഇനി കടന്നു വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവവരെ കൂട്ടിവരുത്തണമേ. തുടർന്നുള്ള കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. സ്തോത്രം. ഞങ്ങൾക്ക് ഇരിക്കുന്ന അല്പസമയം ഒരാത്മീയ വർധനത്തിന് ദൈവാത്മാവ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ 1 തെസ്സലോനിക്കർ 11-12 ഉള്ള വാക്യമാണ്. നമുക്കറിയാം 1 തെസ്സലോനിക്കർ 2 തെസ്സലോനിക്കർ എഴുതിയത് പൗലോസാണ്. ദൈവത്തിന് സ്തോത്രം. കൊരിന്തിൽ വെച്ചാണ് ഈ ലേഖനം എഴുതി കൊടുത്തത്. ഇത് ഇടയും ലേഖനമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഈ 1 തെസ്സലോനിക്കർ 2 തെസ്സലോനിക്കർ പഠിക്കുമ്പോ ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്നവർ ഇത് വേണ്ടി നിലകളിൽ പഠിച്ചിട്ടില്ല എങ്കിൽ അത് പഠിക്കണം. സ്തോത്രം. പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ ഹല്ലേലൂയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടവരുത്തട്ടെ. നമ്മെ സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് മെസ്സേജിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. തന്റെ രാജ്യത്തിലും ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ
കുഞ്ഞുങ്ങളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷി പറഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ പൗലോസ് പറയാണ്, സ്തോത്രം, ഈ ലേഖനം പൗലോസും സില്യാനോസും തിമത്യോസുമാണ് ഈ തെസ്സലോനിക്ക സഭയ്ക്ക് ചേർന്നാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇവിടെ ഇതിന്റെ 2-ാം അധ്യായം തൊട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. എന്നാല് ഹല്ലേലൂയ, ഇന്ന് നമ്മൾക്ക് പരിശുദ്ധാത്മാവ് തന്ന ആ ഒരു ഒറ്റ പോയിന്റിൽ നിൽക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്ന ഒരു കാര്യം 11-ാം വാക്യം പറഞ്ഞല്ലോ, തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ തക്കവണ്ണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ഇന്നത്തെ പോയിന്റിലേക്ക് കയറുന്ന പറഞ്ഞാല് ദൈവത്തിന്റെ രാജ്യത്തിനും ദൈവത്തിന്റെ മഹത്വ നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ രാത്രികാലം സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രത്യേകത എന്താ? നമ്മുടെ മേൽ ഒരുവന്റെ വിളി വന്ന് നിൽക്കുക. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഒരുവന്റെ വിളി നമ്മുടെ മേൽ വന്ന് നിൽക്കുക. ആ വിളിയുടെ പ്രത്യേകത എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ഒരു ഹല്ലേലൂയ, ദൈവരാജ്യത്തിലേക്ക് ദൈവ മഹത്വത്തിലേക്കും ഉള്ള സ്തോത്രം, ഹല്ലേലൂയ, പ്രവേശനത്തിന് വേണ്ടിയാണ് ഈ വിളി വന്നിരിക്കുന്നത്. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ചുമ്മാതെ എന്തെങ്കിലും ഒന്ന് തന്നു പോകുന്ന ഒരു നിലയല്ല. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനാണ് നമ്മളിൽ ഓരോരുത്തരുടെ മേലും ഈ വിളി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ തന്നെ ഈ വിളിക്ക് ഹല്ലേലൂയ, ദൈവം നമ്മളെ ഇങ്ങനെ വിളിച്ചിരിക്കുമ്പോൾ ഈ വിളിക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യണം, യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ വചനത്തിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് വിളിച്ചിരിക്കുന്ന ദൈവത്തിന് നാം യോഗ്യരായി നടക്കണം എന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ കർത്താവിന്റെ വിളി നമ്മുടെ മേൽ വന്നിട്ടുണ്ട്. ആ വിളി വന്നത് കൊണ്ടാണ് ഈ രാത്രികാലം നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിലൊക്കെ നമ്മൾ ചെയ്തു പോയേനെ. പക്ഷെ ഈ ദൈവിക കാര്യങ്ങൾക്ക് നമ്മൾ സമയം വേർതിരിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ആകാശവും ഭൂമിയും മാറിപ്പോയാൽ മാറിപ്പോകാത്ത സ്ഥിരമായ ദൈവവചനം വിളിച്ചു പറയുന്നു, നമ്മുടെ മേൽ വീരത്തിലെ ഒരു വിളിയുണ്ട്. ഹല്ലേലൂയ. ആ വിളിയുടെ പ്രത്യേകത നമ്മളെ ഒരു ദൈവ രാജ്യത്തിന് ഹല്ലേലൂയ യോഗ്യരാക്കി നമ്മളെ അതിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ഒരു സൗണ്ട് വന്നു, അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തേ. നമ്മുടെ ഈ വിളിയുടെ പ്രത്യേകത ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ്. ഈ ദൈവ വിളിയുടെ പ്രത്യേകത ദൈവ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ വിളിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചുമ്മാതെ പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ വചനം പറയുന്നു, ഈ വിളിച്ചിരിക്കുന്ന വിളിക്ക് നമ്മൾ യോഗ്യതയുള്ളവരായി നടക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, ജീവിതത്തെ നമ്മൾ ആ നിലകളിൽ എല്ലാ വിധത്തിലും ക്രമീകരണത്തോടെ നമ്മൾ നടന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ കർത്തൃമേശ എടുക്കുന്നു, ഞാൻ ജീവിതത്തിന്റെ എല്ലാ നിലകളിലും ആത്മീയ നിലകളെയൊക്കെ ഞാൻ അങ്ങനെ ആ ഒരു നിലകളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തന്നെയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ എന്റെ ജീവിതത്തെ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മള് ഹല്ലേലൂയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് രാത്രികാലം സ്തോത്രം, ഈ ദൈവവചനത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഹല്ലേലൂയ, നിങ്ങളോടായിട്ട് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആ ദൈവിക ദൂതാണ് എനിക്ക് രാത്രികാലം ഷെയർ ചെയ്യാനുള്ളത്. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്ന ഹല്ലേലൂയ വിളി ദൈവരാജ്യത്തിലേക്കും ദൈവ മഹത്വത്തിനും വേണ്ടിയാണ്. നമ്മള് ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒന്ന് പാടി പ്രാർത്ഥിച്ച് സ്വർഗീയ ഭാഷയൊക്കെ പറഞ്ഞ് ആത്മാവിലൊന്ന് ശക്തിപ്പെട്ട് അത്യാവശ്യം ഭൂമിയിൽ സ്തോത്രം സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട് ജീവിച്ച് നിന്നു പോകുന്ന ഒരു വിളിക്കല്ല നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്നല്ല. അത്യാവശ്യം അതെല്ലാം മാന്യതയോടെ വേണം താനും. പക്ഷേ അതിനപ്പുറമായി നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ദൈവ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. വീണ്ടും നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം വിപല ശന്ധലവ വ്യത്യസ്തമായി നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലും വെളിപ്പെടാൻ വേണ്ടിയാണ് ഈ വിളി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ വിളി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ
അതിന് യോഗ്യതയുള്ളവരായി നടക്കണമെന്നാണ് പൗലോസ് തെസ്സലോനിക്ക സഭയോട് വിളിച്ചു പറയുന്നത്, നമ്മളോട് വിളിച്ചു പറയുന്നത്. അതിന് ഈ യോഗ്യമാകവണ്ണം നടക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾക്ക് ചില കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് തൊട്ട് താഴെ പറയുന്നുണ്ട്, മക്കളെ എന്ന പോലെ പ്രബോധനം ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രബോധനം എന്ന് പറഞ്ഞാൽ സദൃശവാക്യം പഠിച്ചാൽ മനസ്സിലാകും, പ്രബോധനം ജീവന്റെ മാർഗമാണ്. നന്ദിയോടെ സ്തോത്രം. ജീവിത മാർഗത്തെ കാണിച്ചു തരുന്നതാണ് പ്രബോധനം. ഹല്ലേലൂയ, ആമേൻ. പിന്നെ രണ്ടാമത് പറയുന്നു, ഉത്സാഹം ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോ വഴികളിൽ നടക്കണമെങ്കിൽ, എന്ത് വഴികളില്? ദൈവരാജ്യത്തിലേക്കും ദൈവമഹത്വത്തിലേക്കും പ്രവേശിക്കണമെങ്കിൽ നമ്മൾക്ക് പ്രബോധനം ആവശ്യമാണ്, ഉത്സാഹം ആവശ്യമാണ്, പിന്നെയും സാക്ഷ്യം ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ നിലകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവരാജ്യത്തിലേക്കുള്ള ഹല്ലേലൂയ പ്രവേശനത്തിലേക്ക് നമുക്ക് ഉത്സാഹത്തോടെ മുന്നേറാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, ആമേൻ, ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മളിൽ സ്വരൂപിച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇത് സേവ് ചെയ്ത് വെക്കണം. പ്രൈസ് ലോർഡ്. സദൃശവാക്യം ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പ്രബോധനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന്. ഹല്ലേലൂയ. ഇന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ നിൽക്കണമല്ലോ. അപ്പോ വിളിച്ചിരിക്കുന്ന വിളിക്ക്, അതായത് വിളിച്ചിരിക്കുന്ന ദൈവത്തിന് നാം യോഗ്യരായി നടക്കണം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അങ്ങനെ എന്താണ് ഈ വിളിച്ചിരിക്കുന്നതിന്റെ പ്രത്യേകത? എന്താണ് ഈ വിളിയിൽ അടങ്ങി നിൽക്കുന്നത്? ഇങ്ങനൊരു വിളി നമ്മുടെ മേൽ വരാൻ എന്താണ് ഒരു യോഗ്യത? അതിന് ഒരു മൂന്നാം അധ്യായം അതിന്റെ 1-ാം വാക്യം. എന്ത് കാരണത്താലാണ് ഈ വിളിച്ചിരിക്കുന്ന വിളിക്ക് നമ്മൾ യോഗ്യരായി നടക്കണമെന്ന് പറയാനുള്ള കാരണം ഇവിടെ പറയുന്നുണ്ട്. 1-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. കാണുവിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കൾ ആകുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നമ്മുടെ ഈ വിളി വന്നു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമക്കൾ എന്നുള്ള സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ കണ്ട് വിളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഹറബല ശന്തലവ നമ്മളിൽ ഒരു ഒരുക്കത്തെ ദൈവം കൊണ്ടുവരുന്നത്. അപ്പോ നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കൾക്ക് പ്രവേശിക്കുവാനുള്ള ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അതിന് പ്രാപ്തിക്കൊത്തവണ്ണം നമ്മൾ നടക്കാൻ പ്രിപ്പയർഡ് ആകണമെന്ന് വചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ യോഗ്യമായി നടക്കണമെന്നാണല്ലോ വചനം പഠിപ്പിച്ചത്. അധ്യായം കുറച്ചുകൂടെ ഹല്ലേലൂയ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകും. 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം സിസ്റ്റർ വായിക്കാണ്ട്. സിസ്റ്റർ ഒന്നുകൂടി പറയാം. 7-ാം അധ്യായം 21-ാം വാക്യം. സിസ്റ്റർ പറയുന്ന ബ്രേക്ക് ആയി പോകുന്ന ഇടയ്ക്ക്. ക്ലിയർ ഒന്നുകൂടി പറയാം. ഫിലിപ്പിയർ ബ്രേക്ക് ആയി പോണ് സിസ്റ്റർ പറയണേ. ഞാൻ പറയുന്നത് ഇതുവരെ ഒന്നും ക്ലിയർ ആയില്ല. ഇതുവരെ ഉണ്ട്, ഇപ്പൊ പറയുന്നതാണ് ഇങ്ങനെ ബ്രേക്ക് ആയി പോണേ. ഫിലിപ്പിയൻസ് 1-ാം ചാപ്റ്റർ 1 27. ഓക്കെ ആൽബി. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മളോട് ഇവിടെ പറയുന്നു, നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവമഹത്വത്തിലേക്കും പ്രവേശിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഇവിടെ പറയുന്നു സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോ ഹല്ലേലൂയ, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം. അതിന്റെ ആ വചനം ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഏക ആത്മാവിൽ നിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന്. പ്രൈസ് ലോർഡ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വരുന്ന പ്രതിസന്ധികളിൽ ഒന്നും ആമേൻ കുലുങ്ങി
സ്തോത്രം ഉറച്ചു നിന്ന് ഹല്ലേലൂയ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കാൻ പറയുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഹല്ലേലൂയ നമ്മുടെ മുൻപില് സ്തോത്രം ഹല്ലേലൂയ ആത്മീയരായി നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മുൻപില് ജീവിത നിലവാരങ്ങളില് ഹല്ലേലൂയ നമുക്ക് പലപ്പോഴും നമ്മുടെ മുൻപിലെ നടപ്പുകളെ ക്രമീകരണത്തോടെ നമ്മൾ നടത്തി ശ്രദ്ധയോടെ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് അല്ലേ? ഹല്ലേലൂയ. അങ്ങനെ തന്നെ നോക്കുമ്പോണ്ടല്ലോ ഹല്ലേലൂയ നമുക്കറിയാം റോമർ 12-ാം അധ്യായം 9-ാം വാക്യത്തില് ഒരു വചനമുണ്ട്. റോമർ 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ആണോ? റോമൻസ് 12-ന്റെ 9. ഞാൻ വായിക്കാം സിസ്റ്റർ. ക്ലിയർ ആണല്ലേ? സൗണ്ട് ക്ലിയർ ആണല്ലേ? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. കുഴപ്പമില്ല, നെറ്റിന്റെ ഇഷ്യൂ. 9-ന്റെ ലാസ്റ്റ് തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളണം. സ്തോത്രം ഹല്ലേലൂയ. തീയതിനെ വെറുത്ത് നല്ലതിനോട് നമ്മൾ പറ്റിക്കൊള്ളണം. അപ്പൊ ഹല്ലേലൂയ നമ്മൾ എങ്ങനെ നടന്നവരായി തീരണം? തീയതിനെ വെറുക്കാൻ, ദോഷമായിട്ടുള്ളതിനെ തിന്മയായിട്ടുള്ളതിനെ നമുക്ക് വെറുക്കാൻ കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? ദൈവരാജ്യത്തിൽ നന്മ മാത്രമേ ഉള്ളൂ. ദൈവരാജ്യത്തിൽ തിന്മയായതുള്ളതുള്ളത് ഒന്നുമില്ല. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ നടപ്പ് ഈ ഭൂമിയിൽ വെച്ച് ദൈവം ക്രമീകരിക്കപ്പെടുത്തിയിട്ട് മാത്രമേ നമ്മളെ ഇവിടുന്ന് എടുക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ തീയതിനെ വെറുക്കാൻ നമുക്ക് തയ്യാറാകണം. നമ്മൾ തീയതിനെ മുറുകെ പിടിച്ച് പ്രവേശിക്കണമെങ്കിൽ എല്ലാം പറയുന്നു നമ്മൾക്കതിനെ വെറുക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളണം. ഹല്ലേലൂയ. ഈ രാത്രികാലം നമ്മുടെ സ്വഭാവം ഹല്ലേലൂയ നമ്മുടെ രഹസ്യ സ്വഭാവങ്ങൾ, നമ്മുടെ പുറമേയുള്ള സ്വഭാവങ്ങളെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം വിളിച്ചു പറയുന്നു. നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ്. അതുകൊണ്ട് തീയതിനെ നമ്മൾ വെറുക്കാൻ തയ്യാറാകണം. നല്ലതിനോട് ചേർക്കാൻ തയ്യാറാകണം. പലപ്പോഴും ഈ ജഡം അതിന് അനുവദിക്കത്തില്ല. പലപ്പോഴും ഈ ജഡം തീയതിനെ പറ്റിയിരുന്ന നല്ലതിനെ പലപ്പോഴും റിജക്റ്റ് പറയാൻ പറ്റും. ഹല്ലേലൂയ. പലതും രഹസ്യത്തിലാണെന്നേ. ഹല്ലേലൂയ. ആത്മീയരായി ഇറങ്ങിക്കഴിഞ്ഞാൽ പുറമെ ആത്മീയരായിട്ട് എല്ലാവരും കാണപ്പെടും. പക്ഷേ രഹസ്യത്തിൽ പലതിനെ സ്തോത്രം പലതിനോട് പറ്റിച്ചേരുന്ന അനുഭവങ്ങൾ ഹല്ലേലൂയ അറിഞ്ഞും അറിയാതെ കൃപ നമ്മുടെ ജീവിതത്തിൽ കയറി വരാറുണ്ട്. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ? ഈ നമുക്കൊരു എതിരാളിയുണ്ട്. ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കയറ്റുവാതിരിക്കാൻ ഒരു എതിരാളി വിശ്രമമില്ലാതെയാ ഹല്ലേലൂയ പോരാടി നിൽക്കുന്നത്. ഈ എതിരാളിയുടെ സ്വഭാവം എങ്ങനെയെങ്കിലും നമ്മളെ തീയതിനോട് ചേർത്ത് നിർത്താൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകും. ഹല്ലേലൂയ. കുറച്ച് കുടുങ്ങി കഴിയുമ്പോഴേ അറിയില്ല, എടാ ഇത് അവന്റെ തന്ത്രമായിരുന്നല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് പുറത്തിറങ്ങി വരും. ഹല്ലേലൂയ. ഈ അനുഭവങ്ങളിലൂടെയാണ് ദൈവജനം എല്ലാം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടിയാണ്. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അവിടെ തിന്മയായിട്ടുള്ളതല്ല ഉള്ളത്, അവിടെ നന്മയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിത നിലവാരങ്ങളെ ഞാൻ നന്മയോട് പറ്റിച്ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ആ ദൈവിക ചുവടുകളിൽ ഞാൻ നീകരണത്തോടെ കൊണ്ടുപോകുവാൻ എനിക്ക് എപ്പോഴും കഴിയണം. കാരണം നമുക്ക് ശ്രദ്ധിക്കണമേ, എപ്പോഴും കഴിയണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ നേരത്തും എന്റെ ജീവിതത്തെ എനിക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം ജോസഫിനെ നോക്കിയാല് ജോസഫിന്റെ ജീവിതത്തില് ഹല്ലേലൂയ ഒരു വെല്ലുവിളി അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തില് 39-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. സ്തോത്രം. 39-ന്റെ 9. ജെനസിസ് ചാപ്റ്റർ 39 വേഴ്സ് 9. ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ വായിക്കാം. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ജോസഫിനെ നോക്കിക്കേ. സ്തോത്രം. പോത്തിഫറിന്റെ ഭവനത്തിൽ ജോസഫിന് പൂർണ്ണ സ്വാതന്ത്ര്യമാ. അവിടെ ഒരു തെറ്റ് ചെയ്താൽ എങ്ങനെയും നടക്കാം. ഹല്ലേലൂയ. എങ്ങനെയും ജീവിക്കാം. പക്ഷേ ജോസഫ്
തിരിച്ചറിയുന്നു, ഞാൻ എന്റെ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും. ഹരബല ശന്ധലബലമ. ആമേൻ, സ്തോത്രം. എന്റെ നടപ്പ് ഞാൻ ദൈവത്തോടൊത്ത് നിൽക്കുമ്പോൾ ഈ പാപത്തിലേക്ക് എനിക്ക് കയറുവാൻ കഴിയത്ത. സ്തോത്രം. ഈ മഹാദോഷം പ്രവർത്തിച്ച് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ ഈ രാത്രികാലം തിരിച്ചറിയേണ്ടത്, ആരും എന്നെ കണ്ടില്ലെങ്കിലും ആമേൻ ഉടയവൻ എന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ നന്നായിട്ട് എന്റെ കർത്താവിനെ ശോധന ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്നറിഞ്ഞോ? ചുമ്മാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ചുമ്മാതെ ഒരു മണവാളന് മണവാട്ടിയാക്കി കൊടുക്കത്തില്ല. റബല ശബര ദിരദ്ധ റബലവ. ആമീൻ. തന്റെ പുത്രന് മണവാട്ടി ഒരുക്കി കൊടുക്കുന്നത് ആമീൻ സ്തോത്രം ഹല്ലേലൂയ പിതാവ് അതുപോലെ ജാഗ്രതയോടെ നിന്ന് ആമീൻ ഹല്ലേലൂയ ഉത്തമമായതിനെ ദൈവം അവർക്ക് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന് ആമീൻ ഒരുക്കി കൊടുക്കത്തുള്ളെന്ന് ഈ രാത്രികാലം നമ്മൾ ആമീൻ ഉറപ്പോടെ തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോ യോസഫ് പറയുന്നു, ഈ മഹാപാപം ഞാൻ എന്റെ ദൈവത്തോട് എങ്ങനെ ചെയ്യുന്നത്. അപ്പൊ തന്നെ തിരിച്ചറിയണം, ജോസഫിന് അവിടെ എല്ലാം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എങ്ങനെയും നടക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പോത്തിഫർ കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷേ ജോസഫ് പറയുന്നു, പോത്തിഫർ കണ്ടില്ലേലും ആമീൻ എന്നെ വിളിച്ചിരിക്കുന്ന ഒരു ദൈവം, എനിക്ക് ദർശനങ്ങൾ തന്നിരിക്കുന്ന ഒരു ദൈവം, എന്റെ ജീവിതത്തിന്റെ എന്റെ ഭാവിയെ കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവം എന്റെ ജീവിതത്തെ കാണുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രികാലം സ്തോത്രം ആമീൻ ഞാൻ ഇതിനകത്ത് ഈ ഹല്ലേലൂയ നമ്മൾ കുറച്ചുപേരെ ഉള്ളപ്പോഴും തന്നെ ആമീൻ ഹല്ലേലൂയ നമ്മള് ആമീൻ തിരിച്ചറിയുക, ഹല്ലേലൂയ ദൈവമേ ഞാൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വ്യക്തിയാണ്. ഞാൻ ദൈവമഹത്വം എന്നിലൂടെ വെളിപ്പെടുത്തി കാണിക്കാനുള്ള വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ആമീൻ പരിശുദ്ധാത്മാവേ എന്റെ നടപ്പ് ആമീൻ സ്തോത്രം ദൈവാത്മാവിന്റെ ഹിതമനുസരിച്ച് തന്നെയായിരിക്കാൻ നടപ്പ് എന്നുദ്ദേശിക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ ജീവിതത്തെ ആകമാനം എന്റെ നടപ്പിനകത്ത് ഉൾക്കൊള്ളിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, പ്രവേശിക്കുവാൻ നിനക്കെന്തെങ്കിലും ഇടർച്ചയായിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ 18-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് 18-ന്റെ 8-9 വാക്യങ്ങളെ സ്തോത്രം 18-ാം അധ്യായം അതിന്റെ 8-9 വാക്യം. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യ അഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായോ മുടന്തനായോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നമ്മുടെ ശരീരത്തിൽ തന്നിരിക്കുന്ന അവയവങ്ങൾ കണ്ണ്, മൂക്ക്, ചെവി, വായ, അങ്ങനെ ഓരോ സെൻസ് ഓർഗൻസും നമുക്ക് ഏതെങ്കിലും ഇടർച്ചയാകുന്നുണ്ടോ? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവിക വഴികളിലേക്ക് കടക്കുവാൻ എന്റെ ജീവിതത്തിൽ ഇത് ഏതെങ്കിലും ഇടർച്ചയാകുന്നെങ്കിൽ അതിനെ ഇവിടെ വചനം അടുപ്പത്തിലാ പറയുന്നേ, അതിനെ വെട്ടി എറിഞ്ഞു കളഞ്ഞോണം. കാരണം പറയുന്നു ആമേൻ സ്തോത്രം ഹല്ലേലൂയ 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യ അഗ്നിയിൽ പോകുന്നവനേക്കാൾ ഹല്ലേലൂയ നിത്യമായ അഗ്നി ഒരിക്കലും കെടാത്ത തീയിലോട്ട് പോകുന്നതിനേക്കാൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അംഗഹീനനായോ മുടന്തനായോ ജീവനിൽ കടക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അപ്പോ എന്റെ ആമേൻ ജീവിതത്തെ സദ്ഭാവനാൽ ക്രമീകരണത്തോടെ പോയില്ലെങ്കിൽ അവിടെ പറയുന്നു ആമേൻ നിത്യ അഗ്നി എന്റെ മുന്നിലുണ്ട്. ആമേൻ അവിടേക്ക് ഞാൻ വീഴാതിരിക്കണമെങ്കിൽ ആമേൻ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ആമേൻ എനിക്ക് ജീവനിലേക്ക് കടക്കുവാൻ കഴിയും. പ്രൈസ് ലോർഡ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പൊ തന്നെയും നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടത് ഹല്ലേലൂയ എന്റെ ജീവിതത്തെ കാണുന്നത് എന്റെ ഭർത്താവോ എന്റെ കുഞ്ഞുങ്ങളോ എന്റെ അപ്പനോ അമ്മയോ എന്റെ കൂട്ടുവിശ്വാസികളോ ഒന്നും എന്റെ കാണുന്നില്ല, എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നില്ല. എന്നാൽ എന്നെ രാജ്യത്തിലേക്ക് വിളിച്ചിരിക്കുന്ന ഒരുവൻ എന്റെ ജീവിതത്തിന്റെ ആകമാനം എന്നെ ശോധന ചെയ്യുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, അതുകൊണ്ട് എന്റെ കാൽ വഴുതിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണെങ്കിൽ പ്രവേശിക്കുവാൻ നമ്മുടെ
ജീവിതത്തില് 2-3 കാര്യങ്ങൾ, അതിൽ കൂടുതലുണ്ട് കേട്ടോ. വചനം എടുത്ത് പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ 2-3 കാര്യങ്ങള് നമ്മൾ ഒന്ന് എടുത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത് പറയുന്നു, ആമേൻ ഹല്ലേലൂയ, ഈ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ അനുസരണം ഏറ്റവും അനിവാര്യമാണ്. ആമേൻ, അനുസരണമുള്ളവരായി നമ്മൾ നടക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അനുസരിക്കണം. പിന്നെ ആരാ? പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാനുണ്ട്. പരിശുദ്ധാത്മാവ് അനുസരിച്ച് നടക്കുവാൻ നമ്മൾക്ക് കഴിയണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു പോയിന്റ്, സ്നേഹത്തിൽ നടക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മൂന്നാമത്തെ ഒരു ഭാഗം, പ്രത്യാശയുള്ളവരായി നടക്കുവാൻ നമുക്ക് കഴിയണം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആമേൻ ഈ 2-3 കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വചനം ശ്രദ്ധയോടെ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ആമേൻ സ്തോത്രം. ഇവിടെ വചനം എടുത്തു പറയുന്നു, അനുസരണമുള്ളവരായി നടക്കാൻ നമുക്ക് കഴിയണം. അനുസരണമുള്ളവരായി നടക്കാൻ കഴിയണമെന്ന് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ, ഈ അതിനു മുമ്പ് ഒരു വാക്ക് പറയട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം നല്ല വാക്യമാണ്. എഫേസ്യർക്ക് ലേഖനം 5:9, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. സ്തോത്രം. നടക്കണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് പ്രസാദമുള്ളത് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. അപ്പൊ കൂടെയും നമ്മുടെ വചനത്തിന്റെ ഈ ഇന്നത്തെ വചന ശുശ്രൂഷയുടെ ടോപ്പിക്ക് മറക്കണ്ട. വിളിച്ചിരിക്കുന്ന ദൈവത്തിന് നാം യോഗ്യരായി നടക്കണം. എന്തിനാ വിളിച്ചിരിക്കുന്നത്? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ. എന്തിനാ വിളിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇതാ നമ്മുടെ മേൽ നിൽക്കുന്ന വിളി. ഇതിലേക്ക് നമ്മളെ ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന 70-ഓ 80-ഓ അല്ല 60-ഓ, ഇപ്പോഴൊക്കെ ആയുസ്സൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഏത് വരെ ആയുസ് നമുക്ക് അറിയില്ല. എന്നാൽ പോലും വചനം 70 ഏറെയായ 80, ഈ സമയത്തിനുള്ളിൽ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഈ നടപ്പ് ഹല്ലേലൂയ, ദൈവകൃപ, ദൈവത്തിന്റെ ചുവടുകളിൽ നമുക്ക് ക്രമീകരണത്തോടെ കൊടുത്താൽ മാത്രമേ ആമേൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, 3 പോയിന്റ്സ് നമ്മൾ എടുത്തു പറഞ്ഞു. ഒന്ന്, അനുസരണമുള്ളവരായി നടക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. രണ്ടാമത് പറഞ്ഞു, സ്നേഹത്തിൽ നടക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത് പറഞ്ഞു, പ്രത്യാശയുള്ളവരായി നടക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം. അതിനെ ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുസരണമുള്ളവരായി നടക്കാം. അതിനെ പറ്റി ഒന്ന് ചിന്തിക്കാം നമുക്ക്. അനുസരണമുള്ളവരായി നടന്നാല് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നോക്കാം, ഏദൻ തോട്ടത്തില് ആദമിനെ ഹവ്വയും ആമേൻ സ്തോത്രം ദൈവമാക്കി നിർത്തി. അവരോട് പറഞ്ഞു ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, എന്തൊക്കെ ചെയ്യരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, അവരുടെ ജീവിതത്തില് അവർക്കും തെറ്റുപറ്റി. അവർ എന്താണ് ചെയ്തത്? ചെയ്യരുതെന്ന് പറയുന്ന കാര്യത്തെ അവർ ഹല്ലേലൂയ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തു പോയി. അതുകൊണ്ട് എന്ത് പറ്റി? ഒരു അനുസരണക്കേട് അവിടെ വന്നു. അനുസരണക്കേട് വന്നതുകൊണ്ട് എന്തായി? ആമേൻ കുറച്ചു മുമ്പ് ദൈവം കൊടുത്ത എല്ലാ ബ്ലെസ്സിങ്സും ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, അത് പിന്നീട് ശാപമായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമുക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇതിനകത്തുള്ള 1-2 പേർക്കൊക്കെ ഈ ഭാഗങ്ങളൊക്കെ പുസ്തകത്തിലുള്ള ആ സ്റ്റോറീസ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങോട്ട് ഞാൻ വായിക്കാൻ കയറുന്നില്ല. എന്നാൽ പോലും നമ്മൾ തിരിച്ചറിയുക, ആദമിനെ ഹവ്വയെ നിർത്തിയിട്ട് അവരുടെ മുൻപിൽ അനുസരണത്തോടെ പോകാൻ ദൈവം അവർക്ക് അവിടെ അനുസരിക്കുവാൻ കഴിഞ്ഞില്ല. അവർ ചില ദിവസങ്ങൾക്കുള്ളിൽ ആമേൻ ആ അനുസരണത്തിൽ നടക്കാൻ കഴിയാതെ വീണുപോയി. ആരിടയ്ക്ക് കയറി? ആമേൻ ഹല്ലേലൂയ, പിശാച് ഇടയ്ക്ക് കയറി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന തടസ്സമായി നമ്മുടെ വീട്ടിലുള്ളവരോ നമ്മുടെ അയൽപക്കത്തുള്ളവരോ അല്ല വിഷയം. നമുക്കൊരു പ്രതിയോഗിയുണ്ട്. ആമീൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുന്നു. ആമീൻ. ജഡരക്തങ്ങളല്ല നമ്മുടെ പ്രതിയോഗി. പിന്നാര പ്രതിയോഗി ഇച്ഛകളോടും അധികാരങ്ങളോടും ആമീൻ സ്തോത്രം ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ പ്രതിയോഗി. ഒറ്റ വാക്കി പറഞ്ഞ പിശാച് എന്ന് പറയാം. ഇവനാണ് നമ്മുടെ പ്രതിയോഗി. എന്തിനാ? നമ്മളെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല. കാരണം എന്താ? ഇവന് നിത്യ അഗ്നിയിലേക്ക് പോകാനുള്ളതാ. ബാക്കി പോകാൻ അത് ശ്രമമില്ലാതെ
ദൈവജനത്തിന്റെ നടപ്പിനെ എങ്ങനെങ്കിലും സ്ലിപ്പാക്കി വിടുവാൻ അവൻ ആവുന്നിടത്തോളം ശ്രമിക്കുമ്പോ ഈ രാത്രികാലം വചനം പറയുന്നു അവന്റെ തന്ത്രങ്ങളോട് ദൈവത്തിന് സാർവത്രിക വർക്കുകൾ ധരിച്ചു കൊള്ളണം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ ഹല്ലേലൂയ. ദൈവവചനം ആമേൻ. നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അനുസരണമുള്ളവരായി നടക്കണമെന്നാണല്ലോ പറഞ്ഞത്. ആ ഒന്നാമത്തെ പോയിന്റ് അനുസരണമുള്ളവർ നടക്കുവാൻ അവരുടെ മുൻപിൽ കൊടുത്ത അവസരത്തെ അവർ ഉപയോഗിച്ച് ഹല്ലേലൂയ അവർ വീണുപോയി അല്ലേ. ഹല്ലേലൂയ. വീണുപോയി. അനുസരണത്തിന് അവർക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞല്ലോ ആമേൻ, ശാപം ഭൂമിയിലേക്ക് വീണ്ടും ശാപം ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയായി പോയി. ആമേൻ. നന്ദിയോടെ സ്തോത്രം. എന്നാൽ പിന്നീട് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാ? ഇവർ മുഖേന വന്നു കിടക്കുന്ന ഈ ശാപത്തെ നീക്കം ചെയ്യുവാൻ വേണ്ടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ വചനം പറയുന്നു യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയുള്ളവനായിരുന്നെന്ന്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നന്ദിയോടെ സ്തോത്രം 8-ാം വാക്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. വായിക്കണോ സിസ്റ്റർ? ഒന്നുകൂടി പറയോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആമേൻ. അപ്പോ സ്തോത്രം. നമ്മൾ ജീവിതത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹല്ലേലൂയ ആദമും ഹവ്വയും അനുസരിക്കുവാൻ കഴിയാതെ പോയപ്പോൾ ഒരു പിന്നോ അവർ ജീവിതത്തിന്റെ മാറ്റം വന്നപ്പോൾ അതെല്ലാം അവർക്ക് ശാപം കേട്ട. എന്നാൽ ഇവിടെ സ്തോത്രം സ്തോത്രം. Hallelujah, praise the Lord, hallelujah, glory to God, glory to God. Hallelujah, ദൈവത്തിന് സ്തോത്രം സ്തോത്രം. എനിക്കൊരു കോള് കയറി വന്നാണേ. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്നു. ഞാൻ പറയുന്ന ക്ലിയർ ആണല്ലോ? ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്നാലും സാരമില്ല സിസ്റ്റർ, കുഴപ്പമില്ല. എനിക്ക് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നെറ്റിന്റെ കംപ്ലൈന്റ് പ്രശ്നം. അതാ എനിക്ക് മനസ്സിലായി. എന്തായാലും വചനം വണ്ണം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ചു ആദമും ഹവ്വയും പിശാചിന്റെ തന്ത്രത്തിൽ വീണുപോയി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അത് നിസ്സാരമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരപ്പെടുന്ന ഒരു കാര്യമല്ല. ഞാൻ ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന്റെ വഴികളിൽ നടക്കുക എന്നുള്ളത് നിസ്സാരപ്പെടുന്ന ഒരു കാര്യമല്ല. കാരണം സ്തോത്രം ഹല്ലേലൂയ നമ്മൾ ജഡത്തിലൂടെയാണ് ഈ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഹല്ലേലൂയ ശത്രു കുടുക്കുവാൻ പല കാര്യങ്ങളും മുന്നിൽ കൊണ്ടുവരും. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം ചെയ്താട്ടെ. ശത്രുവായവൻ പലതും മുന്നിൽ കൊണ്ടുവരും. എന്തിനാന്നറിയാമോ? ഇന്ദുലേഖ എന്ന് പറഞ്ഞ സിസ്റ്ററേയും ലിജു എന്ന് പറഞ്ഞ ഹല്ലേലൂയ സിസ്റ്ററേയും തങ്കമണി എന്ന് പറഞ്ഞ സിസ്റ്ററേയും ഈ ലിഷ എന്ന് പറയുന്ന സിസ്റ്ററെയൊക്കെ ദൈവം കണ്ടിരിക്കുന്നത് ഭൂമിയിലെ അല്പകാലത്തേക്ക് വേണ്ടിയല്ല. സങ്കീർത്തനം പഠിപ്പിക്കുന്നു ഭൂമിയിൽ നമ്മൾ പരദേശികളാണ്. ലേഖനം പഠിപ്പിക്കുന്നു നമ്മൾ ഉയരത്തിലെ പൗരത്വം എടുത്തവരാ, നമ്മൾ നിസ്സാരപ്പെട്ടവരല്ലെന്നേ. നമ്മൾ ഉയരത്തിലെ പൗരത്വം എടുത്തു നിൽക്കുന്നവരാ. ഇന്ന് മരിച്ചാലും നിത്യത്തിലേക്ക് പോകാനുള്ളവരാ നമ്മൾ. ഹല്ലേലൂയ. നിത്യജീവനിലേക്ക് കടക്കുവാനുള്ളവരാ നമ്മൾ. ആ നമ്മളെ ശത്രുവായവൻ എപ്പോഴും നോട്ടം ഇട്ട് വെച്ചിരിക്കുക. അപ്പോ ഇവന്റെ തന്ത്രത്തിൽ നമ്മൾ കുടുക്കണമെങ്കിൽ നമ്മൾ വെളിപ്പാടുള്ളവരായിരിക്കണം. എന്താ നമ്മുടെ വെളിപ്പാട്? ഞാൻ പ്രവേശിക്കാനുള്ള രാജ്യം വിമല ശബ്ദലഭ ആ ദൈവ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വിളിച്ച് ആ വേർതിരിക്കുന്ന ഒരു വ്യക്തി
ചിന്തയും നടപ്പും എന്റെ ചലനങ്ങളും എല്ലാം അതിലേക്ക് ലക്ഷ്യം വെച്ച് നിൽക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ്, എന്നുള്ള ഒരു വെളിപ്പാട് നമ്മൾ നിൽക്കണം. പ്രൈസ് ലോർഡ്. എന്നാൽ മാത്രമേ ഹല്ലേലൂയ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആകാതിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ പിശാചിന് ആമേൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആമേൻ പിശാച് ശ്രമിച്ചില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ശത്രുവായവൻ യേശു ക്രിസ്തുവിന് നേരെയും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വചനത്താലും ആത്മാവിനാലും നിറഞ്ഞു നടന്ന യേശുവിനെ ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ക്രൂശിലെ മരണത്തോളം ആ വചനം, ഹല്ലേലൂയ, ആ വാക്ക് ശ്രദ്ധിച്ചേ, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. ആ അവസാനത്തെ ക്രൂശിലെ മരണം നമുക്കറിയാം, നിസ്സാരപ്പെട്ട വേദനയൊന്നുമല്ല സഹിക്കണ്ടേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതിഭയങ്കരവും അതികഠിനവുമായ വേദന തന്റെ ശരീരത്ത് സഹിക്കുവാൻ താൻ തയ്യാറായി. എന്തിനാ? ആ അനുസരണമുള്ളവനായിരുന്നു എന്നുള്ള പേര് ദൈവവചനം അവിടെ എഴുതി ചേർക്കണമെങ്കിൽ ആ ദൈവം പറഞ്ഞ അതേ നിലകളിലൂടെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഈ രാത്രികാലം ദൈവവചനം നമ്മളോട് പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് ഹല്ലേലൂയ നിങ്ങളെന്ന് നമ്മുടെ ഗ്രൂപ്പിലൂടെ ആത്മാവ് ഇടപെട്ടത് ഇത്രയേ ഉള്ളൂ. വിളിച്ചിരിക്കുന്ന ദൈവത്തിന് നാം യോഗ്യരായി നടക്കാൻ എല്ലായ്പ്പോഴും എപ്പോഴും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു അനുസരണം കർത്താവായ യേശു ക്രിസ്തുവിൽ തികഞ്ഞവനായി അവിടെ കാണിച്ചത്. ഹല്ലേലൂയ. അപ്പൊ കൂടെ രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് കടന്നാൽ സ്നേഹത്തിൽ നടക്കാൻ നമുക്ക് കഴിയണം. സ്നേഹത്തിൽ നടക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്നേഹത്തിലേക്ക് നടക്കണമെങ്കിൽ നമുക്ക് ഒരു വചനം ചിന്തിച്ചാല് എഫെസ്യർക്കെഴുതിയ ലേഖനം എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തില് ആമേൻ സ്തോത്രം 2-3 ഒക്കെ വാക്യങ്ങൾ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ദൂർത്തോടൊപ്പം യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. ആമേൻ. മൂന്നും നാലും കൂടെ. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. അടുത്തതും വേണം സിസ്റ്റർ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥ വാക്കുകളാൽ സ്തോത്രം. ഹല്ലേലൂയ. ആ വചനം പോയി നിൽക്കുന്നത് കണ്ടോ? ഹല്ലേലൂയ. ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോ ഈ വചനത്തിന്റെ തുടക്കം നമ്മൾ കണ്ടു. ക്രിസ്തു, 2-ാം വാക്യം, നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുന്ന നമ്മൾ അനുസരണമുള്ളവരായി ഞാൻ പറഞ്ഞു, അനുസരണമുള്ളവരായി നടക്കുന്നത് ചുമ്മാതെ ഞാൻ അനുസരണത്തോടൊക്കെ ഒന്ന് നടക്കും എന്ന് തീരുമാനിച്ചാലൊന്നും നടക്കാൻ പറ്റത്തില്ല കേട്ടോ. ആമേൻ. ശത്രുവായവൻ കൊണ്ടുവരുന്നത് പല തന്ത്രങ്ങളാ. ഇതിനകത്ത് കുടുങ്ങിപ്പോകാതെ നമ്മൾ ദൈവകൃപയോടെ മുന്നേറുവാൻ നമ്മളെ ബലപ്പെടുത്തി സഹായിക്കണം. അതുപോലെ നമ്മളും ആമേൻ ഉറപ്പും തീരുമാനവും വെളിപ്പാടോടെ നമ്മളും ആ നിലകളിൽ ചലിക്കപ്പെടുന്നവർ തന്നെയായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ രണ്ടാമത്തെയാണ് നമ്മളിപ്പോ ചിന്തിച്ചത്. സ്നേഹത്തിൽ നടക്കാൻ കഴിയണം. സ്നേഹത്തിന്റെ പ്രത്യേകത അവിടെ എടുത്തു പറഞ്ഞത്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചു, എന്നിട്ട് തന്നെത്താൻ അർപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കാൻ നമുക്ക് കഴിയണം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹത്തിൽ നടക്കുവാൻ കഴിയണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റാണ്. ആമേൻ. അപ്പൊ തന്നെ 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെ ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന
അത്രയും നമ്മൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യത്തിന് യോഗ്യരായി നടക്കണമെങ്കിൽ ആമേൻ ആമേൻ ഹല്ലേലൂയ, ദൈവം പറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ അനുസരണത്തോടെ നമുക്ക് നടക്കുവാൻ കഴിയണം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, സ്നേഹത്തിൽ നമുക്ക് നടക്കുവാൻ കഴിയണം. സ്തോത്രം ഹല്ലേലൂയ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നു, പ്രത്യാശയുള്ളവരായി നടക്കുവാൻ കഴിയണം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയുള്ളവന്റെ പ്രത്യേകത എന്താ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ ജീവിത നിലവാരങ്ങൾ എത്ര ഉണങ്ങി വരണ്ട് കിടന്നെന്ന് പറഞ്ഞാല് പ്രത്യാശയുള്ളവൻ ആമേൻ അവന്റെ ജീവിതത്തിൽ ഒരു കിളിർപ്പുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ജീവിതത്തില് അവനൊരു കിളിർപ്പുണ്ട്. എത്ര വരണ്ട് കിടക്കുന്ന ജീവിതമാണെങ്കിലും പ്രത്യാശയുള്ളവന്റെ ജീവിതം ആമേൻ ഹല്ലേലൂയ അവന്റെ മുന്നിൽ വരുന്ന ഉഷ്ണത്തിനോ വരൾച്ചയ്ക്കോ ഒന്നും പ്രത്യാശയുള്ളവനെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രികാലം ഈ ദൈവവചനം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നമ്മൾ ഹല്ലേലൂയ അധികമായി മുന്നേറട്ടെ. കാരണം നമ്മൾ വെറുതെ ഉള്ളവരല്ല, നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ്. പിന്നെയും നമ്മൾ വെറുതെ ഉള്ളവരല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവ മഹത്വം നമ്മളിൽ ഉൾപ്പെടുത്തി കാണിക്കാനുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം സ്തോത്രം. ഞാൻ ഹല്ലേലൂയ എന്റെ നടപ്പിനെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ആമേൻ ഇടയാകണം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരികയാണ്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ സ്തോത്രം 11-ാമത്തെ വാക്യം. ആമേൻ. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ ഹല്ലേലൂയ തക്കവണ്ണം ഹല്ലേലൂയ ആമേൻ ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കൾ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോന്നുവെന്ന് ഹല്ലേലൂയ നിങ്ങൾക്ക് അറിയാമല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെറുതെ ഉള്ളവരല്ല, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നടപ്പുകൾ ദൈവത്തിന്റെ ചുവടുകളിലായിരുന്നു വളരെ ശ്രദ്ധയോടെ പോകുവാൻ നമുക്ക് കഴിയണം. ആമേൻ. അനുസരണത്തോടെ മുന്നേറുവാൻ, സ്നേഹത്തിൽ മുന്നേറുവാൻ, പ്രത്യാശയോടെ മുന്നേറാൻ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. അങ്ങനെ തന്നെ പറയുമ്പോഴുണ്ടല്ലോ ഹല്ലേലൂയ. ഈ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 4-ാം വാക്യം പൗലോസിനെ പറ്റി പറയുന്നതാ. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഇവരുടെ ജീവിതത്തിന് ഇവർക്ക് വളരെ പറയാൻ പറ്റും, ഞങ്ങൾ ദൈവം പറയുന്ന വഴികളിലൂടെ തന്നെയാണ് നടക്കുന്നതെന്ന് പൗലോസിന് ഉറപ്പോടെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഹല്ലേലൂയ നിങ്ങളെ അനുകരിക്കാൻ പറയുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്നെ നോക്കി ഒന്ന് പഠിക്കും പിള്ളേരെ, എന്നെ നോക്കി എന്റെ ജീവിതത്തെ നോക്കി പഠിക്കുക, ഞാൻ ചെയ്യുന്നത് പോലെ ഇത് ചെയ്തു വാ എന്ന് നമുക്ക് ഒന്ന് ഉറപ്പോടെ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. പറയുന്നു നിങ്ങൾ എന്നെ അനുകരിക്കാൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ വാക്കുകൾ ചുരുക്കട്ടെ. ആമേൻ. സ്തോത്രം. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ദൈവരാജ്യത്തിന് വിളിക്കപ്പെട്ടവരാണ്. ആമേൻ. സ്തോത്രം. ദൈവ മഹത്വം വെളിപ്പെടുത്തേണ്ടവരാണ്. ഹല്ലേലൂയ. വെറുതെ ഉള്ളവരല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വഴിയാത്ര ഹല്ലേലൂയ സ്തോത്രം ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ തന്നെ ചലിക്കപ്പെടുവാൻ എങ്ങും ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം. പിതാവിന് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്യാനോ പറയാനോ ഒന്നും പോകാതെ ആത്മത്തോടെ മുന്നേറാൻ നമ്മളെ സഹായിക്കട്ടെ. അനുസരണത്തോടെ മുന്നേറാൻ, സ്നേഹത്തിൽ മുന്നേറാൻ, പ്രത്യാശയിൽ മുന്നേറാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ സ്തോത്രം സ്തോത്രം. ആ വിളക്കിൽ എണ്ണ കരുതിയ 5 ബുദ്ധിയുള്ള കന്യകമാരോട് നമുക്ക് സദൃശത്തോടെ മുന്നേറാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഈ ദൈവജനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. ഹല്ലേലൂയ. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തെ യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു ദൈവദാസിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അനുസരണമുള്ളവരായി, സ്നേഹമുള്ളവരായി, പ്രത്യാശയുള്ളവരായി നമ്മൾ നടക്കണം. നമ്മളെ കർത്താവാണ് വിളിച്ചത്. കർത്താവിന് യോഗ്യമെണ്ണം നമ്മൾ നടന്നാൽ മാത്രമേ
ആ നിത്യതയ്ക്ക് നമ്മളെ ഓഹരിക്കാരായി തീർന്നു. സിസ്റ്റർ പറഞ്ഞതുപോലെ ശരിയാണ്. ആ 5 വിളക്കിൽ എണ്ണയോടെ വിളക്ക് കയ്യിലെടുത്ത ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമുക്കായിരിക്കാം. ഏത് സമയത്ത് കർത്താവ് വരാം. ഹല്ലേലൂയ. ഭൂമിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഹല്ലേലൂയ. ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. ഹല്ലേലൂയ. ഇൻ UN and everywhere. കർത്താവിൻ്റെ വരവ് ഇറ്റ്സ് വെരി വെരി നിയർ. ഹാലയിൽ ഇതുവരെയും കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കാത്തവർ ഇന്ന് രാത്രി നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം. യു ഹാവ് ടു റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ സേവിയർ ആൻഡ് ലോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവർ കർത്താവിൻ്റെ ഹാലയിലെ വരവിനായി നല്ല മണവാട്ടിയായി റപ്ചറിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായി നമുക്ക് തീർക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്, നമ്മുടെ ഫാമിലിയിലുണ്ട്, ചുറ്റുമുണ്ട്. പക്ഷേ ഈ പ്രതികൂലങ്ങളെല്ലാം അതിജീവിച്ച് ജയിക്കുന്നവരെയാണ് കർത്താവിൻ്റെ കൂടെ ഇരുത്തുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസിലൂടെ ശക്തമായി ഇന്ന് രാത്രി നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കടന്നു വരാൻ കഴിയാത്തവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ വചനത്തിന്റെ ആഴത്തിലൂടെ നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. കാരണം വചനം ഹല്ലേലൂയാണ് നമ്മുടെ നല്ല ഫൗണ്ടേഷൻ എങ്കിൽ എത്ര പ്രതികൂല കാറ്റടിച്ചാലും ഹല്ലേലൂയ പാറമേൽ പണിത വീടിനെ ഹാലിൽ ഒന്നും സംഭവിക്കില്ല ദൈവമക്കളെ. യു ക്യാൻ എന്താ പറയുക, സ്റ്റാൻഡ് straight and bold enough, hallelujah, to face any challenges in your life. Halaba shakaraba rikabara syandara ribara sandare rikalabara shandare rikora syandara. ശത്രുവിനറിയാം നമുക്ക് വെച്ചിരിക്കുന്ന പദവികൾ എന്താണെന്ന്, നമുക്ക് വെച്ചിരിക്കുന്ന കിരീടങ്ങൾ എന്താണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മുടെ ഓട്ടത്തെ തെറ്റിക്കാൻ അവൻ പല വഴികളും നോക്കും. പക്ഷെ അതിലൊന്നും നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാലോ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാലോ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ആ വലിയ സമ്പത്ത് നമ്മളിൽ നിന്ന് ഒരിക്കലും നഷ്ടമായി പോവരുത്. കർത്താവുമായി ഓരോ നിമിഷവും കൂടുതൽ നമ്മൾ അടുക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. കർത്താവുമായിട്ട് പറ്റിയിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഏത് പ്രതികൂലത്തെ ജയിക്കാൻ കഴിയും. അതാ കർത്താവ് 97 സങ്കീർത്തനത്തിൽ പറഞ്ഞ്, എന്നോട് പറ്റിയിരിക്കുന്നവരെ ഞാൻ വിടുവിക്കും. When God is there to fight for us, why do you want to be afraid? നമ്മൾ സങ്കീർത്തനം 27:1 പറഞ്ഞതുപോലെ, യഹോവ എന്റെ വിളിച്ചോ എൻ്റെ രക്ഷയുമാവും, ഞാൻ ആരെ ഭയപ്പെടും. ഹല്ലേലൂയ. എല്ലാവരെയും കടന്നു വന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എവ്രി വൺ രോഗത്തിലായിരിക്കുന്നവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. വചനത്തിന് ശക്തിയുണ്ട്. It has got great power to heal your sicknesses. ഹാലബ ശഖറബ റിഖബ സ്യാംദര റിബരബ സന്ദരെ. കർത്താവേ, കടന്നു വന്ന ദാസിയെ ധാരാളം അനുഗ്രഹിച്ചാട്ട്, കുടുംബത്തെ അനുഗ്രഹിച്ചാട്ട്, ശുശ്രൂഷയെ അനുഗ്രഹിച്ചാട്ട്, ഇനിയും ആഴമേറിയ വചന ദൂതുകളുമായി അനേക ഇടങ്ങളിൽ നിൽപ്പാൻ, വീണ്ടും ഞങ്ങളുടെ സൂബിൽ വന്ന് ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട് ആ കുടുംബത്തിന് കർത്താവേ, let them not lack anything in their lives, Daddy. Halaba shiko rasyamdara rikaraba syamdara laba shamdare. ഇതെല്ലാം കൃപകൾ സ്വർഗ്ഗത്തിലെ കർത്താവ് അങ്ങയുടെ ദാസിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം കൊടുത്ത് കർത്താവ് ഇനിയും അധികമായി കർത്താവിന്റെ ദാസിയെ ശുശ്രൂഷയിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് എളിയവൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയങ്ങളുടെ ഈ ചെറിയ സൂമീറ്റിംഗിൽ അങ്ങയുടെ ദാസിയെ അയച്ചല്ലോ. എല്ലാ മഹത്വം അങ്ങേക്ക് കരയറ്റുന്നു. പരിശുദ്ധാത്മാവ് ആദ്യോടന്തം വഴി നടത്തിയല്ലോ. മഹത്വം എല്ലാം ഈശോമിശിഹായ്ക്ക് കരയറ്റുന്നു. സഹായിച്ച പരിശുദ്ധാത്മാവിനെ നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോട് നമ്മൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ ഇനി കണ്ടുമുട്ടുന്നവരെ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മളെ മറയ്ക്കട്ടെ. സോ താങ്ക് യു ഓൾ സോ മച്ച്. എനിക്കറിയാം ഒരുപാട് പേർക്ക് ഒരുപാട് പ്രതികൂലങ്ങളുടെ നടുവിലാണ്. ഇടിമിന്നൽ, അത് ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ നടുവിലും നിങ്ങൾ വന്നല്ലോ. യു ആർ ബ്ലെസ്ഡ് ടുഡേ ദിസ് നൈറ്റ്. കർത്താവ് നിങ്ങളെയാണ് ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത്. ഹാലയിലും ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും കർത്താവിൻ്റെ വചനത്തിന് മുന്നിൽ വിറയലോടെ ഭയത്തോടെ ഇരിക്കുന്ന ദൈവജനത്തെയാണ് കർത്താവിന് വേണ്ടത്. ഹാലയിലൂയ. സോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. If you got any prayer request, you can WhatsApp me at my number 813-88-14577. Thank you so much, sister. May God bless you. Good night. Bye-bye.